മലബാർ രൂപതയിൽ കലാപമാണോ ഇനി നടക്കാൻ പോകുന്നത്? ജൂൺ 5-ന് എറണാകുളം അതിരൂപതയിലെ വൈദിക സമിതി യോഗം ചേരുന്നുണ്ടത്രേ. ഇവിടെ വൈദിക സമിതി ഇല്ലാതായിട്ട് 2 വർഷത്തോളമായി. ഇല്ലാത്ത സമിതി എങ്ങനെ വിളിച്ചു കൂട്ടാനാണ്? അങ്ങനെ സമിതി കൂടുകയാണെങ്കിൽ അത് തികച്ചും നിയമവിരുദ്ധമായിരിക്കും. തന്നെയുമല്ല, ഇപ്പറയുന്ന സമിതിയിൽ ഗൗരവകരമായ സഭാ കുറ്റം ചെയ്തവരുണ്ട്. എന്തിനാണ് നിയമവിരുദ്ധമായി ഈ യോഗം ചേരുന്നത്? അറിയുന്നിടത്തോളം വിശുദ്ധ കുർബാന അർപ്പണത്തിൽ സമവായം പ്രഖ്യാപിക്കാനാണ്. ഏകീകൃത രീതിയിൽ അർപ്പണം ആഴ്ചയിൽ 1 പ്രാവശ്യം മാത്രം ആകാമത്രേ. ഇത് സിനഡ് തീരുമാനത്തിനും മാർപ്പാപ്പയുടെ നിർദ്ദേശത്തിനും വിരുദ്ധമല്ലേ? 4 കൊല്ലമായി സിനഡ് തീരുമാനമെടുത്തിട്ട് വിമതർക്ക് ബോധനം എന്ന കച്ചിത്തുരുമ്പിൽ പിടിച്ചാണ് എറണാകുളത്ത് ഏകീകൃത അർപ്പണം ഇതുവരെ നീട്ടിക്കൊണ്ടുപോയത്. ഇനി ന്യായം പറയാൻ പറ്റില്ല. ഏതാനും കലാപകാരികളുടെ മുമ്പിൽ നേതൃശേഷിയോ സഭയുടെ വിശ്വസ്തതയോ ഇല്ലാത്ത സഭാ നേതാക്കന്മാർ മുട്ടുമടക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. 1 മൈൽ കൂടുതൽ നടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് മൈലുകൾ നടന്നു കഴിഞ്ഞു. പക്ഷേ യാതൊരു ഫലവുമില്ല. മുൻ വൈദിക സമിതിയിലെ അംഗങ്ങൾ മാത്രമല്ല, കഴിയുന്ന വൈദികരെല്ലാവരും എത്തിച്ചേരാൻ നിർദ്ദേശമുണ്ടത്രേ. ഇത് പാമ്പ്ളാനി പിതാവിന്റെ അറിവോടെയാണോ എന്നതിൽ വ്യക്തതയില്ല. വിമത ഗുണ്ടകളും എത്തിച്ചേരുമെന്ന് പറയുന്നുണ്ട്. എല്ലാം ചേർത്ത് വായിക്കുമ്പോൾ 5-ാം തീയതി കലാപം നടക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഇതെല്ലാം ഇവിടുത്തെ വിശ്വാസികൾ കൈയും കെട്ടി നോക്കി നിൽക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അക്കാലമൊക്കെ എന്നേ കഴിഞ്ഞു. അവർ ശക്തമായി പ്രതികരിക്കാനാണ് സാധ്യത കൂടുതൽ. ഇങ്ങനെ ഒരു കലാപത്തിന് വഴി തുറക്കണമോ എന്ന് അധികാരികൾ പലവട്ടം ആലോചിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു യോഗം കൂടിയിട്ട് ഒരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല. വിവേകമുള്ള വൈദികരാരും പ്രയോജനരഹിതവും അപകടകരവുമായ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് തോന്നുന്നുമില്ല. പങ്കെടുക്കാതിരുന്നാൽ അവർക്ക് നന്നെന്ന് തോന്നുന്നു.